താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. നേരത്തെ നമ്മൾ കണ്ടു കേസുകളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെച്ചൊഴിയാനുള്ള തീരുമാനം. അതിൽ ഈ പറയുന്ന പല വിമർശനങ്ങൾ ആ സമയത്ത് തന്നെ കേട്ടിരുന്നു. ഒളിച്ചോട്ടമാണ് എന്ന് കേട്ടിരുന്നു. പ്രശ്നം ഉണ്ടാകുമ്പോൾ നിവർന്നു മറുപടി പറയാതെ കൂട്ടത്തോടെ രാജിവെച്ച് ഉത്തരവാദിത്തങ്ങൾ ഒഴിയുന്നു എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. സിദ്ദിഖിനെതിരെ കേസും ഒക്കെ ഗായത്രി വർഷ അഭിനേത്രി ചേരുന്നു. ശ്രീമതി ഗായത്രി വർഷ, എനിക്ക് തോന്നുന്നു ഈ പ്രശ്നമുണ്ടാകുമ്പോൾ താങ്കളാണ് ആദ്യമായി പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് സിനിമാ മേഖലയിൽ വേണ്ടത് ചാരിറ്റീസ് ഒരു താരസംഘടനയല്ല, ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണെന്ന് കരുത്തോടെ പറഞ്ഞ താങ്കളാണ്. എന്തായാലും ആ ദിശയിൽ ഒരു നീക്കം നടക്കുന്നു എന്നുള്ള കാര്യം താങ്കളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതല്ല, അനിവാര്യമായ ഒരു ചിന്തയിലേക്ക് സിനിമാ ലോകം മാറുന്നു എന്നുള്ളതാണ്. അനിവാര്യമായ ഒരു ചിന്തയാണത്. വളരെ അത് എന്ന് അങ്ങനെ പ്രായോഗികമാകുന്നു അന്ന് മാത്രമാണ്. തൊഴിലാളികളാണ് നമ്മളൊക്കെ. സിനിമ എന്ന് പറയുന്ന വ്യവസായവും അത്തരത്തിലുള്ള ഒരു മേഖലയിൽ ഒരു തൊഴിലെടുത്ത് അവകാശങ്ങളുള്ള തൊഴിലാളികളാണ്. നമുക്കറിയാം ഏത് രംഗത്തും തൊഴിലാളികളുടെ ഒരു അവകാശ സംരക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു വ്യവസ്ഥയിൽ നടപ്പിലാക്കപ്പെടുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് സിനിമ പോലെയുള്ള ഒരു മേഖലയിൽ ഇത്രയധികം സർക്കാരിന് ടാക്സ് ഉൾപ്പെടെയുള്ള വരുമാനം ഉണ്ടാകുന്ന ഒരു സിനിമാ മേഖലയിൽ നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാവാതെ ഇത്ര നാളും നിന്നു എന്നുള്ളിടത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ല ശ്രീമതി ഗായത്രി വർഷം, ഇപ്പോൾ നമ്മൾ ഫെഫ്കയുമായി സംസാരിക്കുമ്പോൾ ഫെഫ്ക ഞാൻ വരികൾക്കിടയിൽ വായിക്കാണ്, തെറ്റായ റീഡിംഗ് ആണോ എന്നറിയില്ല. ഫെഫ്കയ്ക്ക് അതിൽ താല്പര്യം ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഫെഫ്ക പറയുന്നത് ഇപ്പോൾ ഇതിൽ അഫിലിയേഷൻ ഇപ്പോൾ ആലോചിക്കാൻ കഴിയില്ല, എല്ലാവരും ചേർന്ന് ആലോചിക്കണം എന്നൊക്കെ എന്തുമായിക്കോട്ടെ. പക്ഷേ ഇത് പ്രാക്ടിക്കലായി വരിക ഈ ചിന്ത നമ്മൾ നേരത്തെ പങ്കുവെച്ചിരുന്നു. ഞാൻ രശ്മിക്ക് അറിയാവുന്നതാണ്, ഞാൻ CPM-ന്റെ ഒരു മെമ്പറാണ്. അപ്പൊ നമ്മളുടെ സംഘടനകളുടെ ഇടയിൽ തന്നെ നമ്മൾ ഇത് പങ്കുവെച്ചിരുന്നു. ഫെഫ്ക ഉൾപ്പെടെ ഫെഫ്ക എന്ന് പറയുന്ന അസോസിയേഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ബി ഉണ്ണികൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടയിൽ നമ്മൾ ഇത്തരം ആശയങ്ങൾ വെച്ചിരുന്നു. ഒരു കൺവെൻഷൻ എറണാകുളത്ത് റെഡിയായി വന്നിരുന്നു. അപ്പോൾ പോലും അതിന്റെ ഒരു അവസാന സമയത്താണ് ഇത്തരം ഒരു നീക്കം വേണ്ട എന്നുള്ളത് എന്ന് പറയുന്ന ഒരു രൂപീകരണത്തിലേക്കൊക്കെ നീങ്ങിയത് ആ അവസരത്തിലാണ്. പക്ഷേ അന്ന് CITU പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് അല്ല CPM തന്നെ എടുത്ത നിലപാട് പറഞ്ഞ CITUവിന്റെ പൂനെ പ്ലീനത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. സാംസ്കാരിക മേഖലകളിൽ നിൽക്കുന്ന മതേതര സ്വഭാവമുള്ള അസോസിയേഷനുകളോട് നമ്മൾ അവസരോചിതമായി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീങ്ങിയാൽ മതി. ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം ഇപ്പൊ സിനിമ പോലെയുള്ള മേഖലകളിൽ വേണ്ട എന്ന് പറയുന്ന പൂനെ പ്ലീനത്തിന്റെ ഒക്കെ തീരുമാനാടിസ്ഥാനത്തിൽ വന്നിരുന്ന ഒരു നിലപാടിലാണ് സിനിമയിൽ ഇതുവരെ അത്തരം നീക്കങ്ങൾ ഉണ്ടാവാതിരുന്നത്. പക്ഷെ സിനിമയിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഒരു കെട്ടുറപ്പുള്ള ഒരു സംരക്ഷണ സംവിധാനം അവകാശ സംരക്ഷണ സംവിധാനം ഇല്ല എന്നുള്ളിടത്ത് ഇത് അനിവാര്യമായ നീക്കമാണ്. ഇപ്പോഴെങ്കിലും അത് ഉണ്ടാവുന്നില്ലെങ്കിൽ ഇനിയും ഇത് കുത്തഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീമതി ഗായത്രി വർഷ, ഞാൻ ചോദിച്ചു വന്നത് ഇതിപ്പോ ഇത് ഫെഫ്കയ്ക്ക് അഫിലിയേഷൻ കൊടുക്കുമോ, അല്ലെങ്കിൽ അത് ഫെഫ്ക പറഞ്ഞ എല്ലാവരും ചേർന്ന് ആലോചിക്കണം, ഫെഫ്കയുടെ ബൈലോ പ്രകാരമൊക്കെ രൂപീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത് മൂർത്തമായി വരാൻ, ഇത് പ്രാക്ടിക്കലായി വന്ന് ട്രേഡ് യൂണിയൻ സംഘടന എന്ന നിലയ്ക്ക് വരാൻ ഒരുപക്ഷെ സമയം എടുത്തു പോയേക്കാമെങ്കിൽ കൂടിയും ആ ദിശയിലൊരു ചിന്ത ഹേമ കമ്മിറ്റിക്ക് തുടർച്ചയിൽ വരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ആ മേഖലയിൽ. ശ്രീമതി ഗായത്രി വർഷ, തീർച്ചയായിട്ടും ഗായത്രി വർഷ, ഈ നീക്കത്തെ പറ്റി അറിയുമോ? ഏതൊക്കെ താരങ്ങളാണെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇപ്പൊ ഞാനും നിങ്ങൾ പറയുന്ന മാധ്യമങ്ങളിലാണ് ഈ ഒരു വാർത്ത കാണുന്നത്. മറ്റു നീക്കങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ CITUവിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ അത്തരത്തിലുള്ള ചർച്ചകൾ, CITUവിന്റെ ഒരു പൊതുപരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം CITU നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യം ഞാൻ മുന്നോട്ട് വെക്കുക. അപ്പൊ അവർ ഓൾറെഡി എന്റെ അടുത്ത് പറഞ്ഞു അത്തരത്തിലുള്ള ചർച്ചകൾ പല അംഗങ്ങളുടെയും ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കാരണം സിനിമയുടെ ഏറ്റവും ബഹുഭൂരിപക്ഷമായ ആൾക്കാർ എന്ന് പറഞ്ഞ സിനിമ ആസ്വാദകരും കാഴ്ചക്കാരുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ നമ്മൾ ഈ പറയുന്ന താരങ്ങളിലും ടെക്നീഷ്യൻസിലും മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമല്ല. സിനിമയുടെ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം, സിനിമയുടെ ഏറ്റവും വലിയ അവകാശികൾ സിനിമ എന്ന് പറയുന്ന സാംസ്കാരിക സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ, അത് അവരുടെ കാഴ്ചക്കാരാണ്, ആസ്വാദകരാണ്. ഇതിന്റെ അകത്തൊരു അവർക്കൊരു വലിയ അഭിപ്രായം കൂടി ഉണ്ട്. അതും കൂടി പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു വിശാല അർത്ഥം എന്റെ മനസ്സിലുണ്ട്. അത് ഞാനിപ്പോ ആദ്യമായിട്ട് ഹാഷ്മിയോട് പങ്കുവെക്കുകയാണ്. അത്തരത്തിലൊരു അർത്ഥം കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീമതി ഗായത്രി വർഷ. ഗായത്രിയാണ് ഈ സമയത്ത് ഇത് ആദ്യമായി പറഞ്ഞ് ഞാൻ വ്യക്തിപരമായി കേട്ടത്.
എന്താണ് ഗായത്രി ഒരു മാധ്യമ പ്രതികരണത്തിലാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ വേണ്ടത് ഒരു ട്രേഡ് യൂണിയനാണ് എന്നാദ്യമായി പറഞ്ഞു കേട്ടത്. എന്തായാലും ആ വഴിക്ക് തന്നെ ആ ദിശയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് പുരോഗമന കേരളത്തിൽ വലിയ പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം കൊടിയ അതിഭീകരമായ സെക്ഷൽ അസോൾട്ടിൻ്റെയും ചൂഷണത്തിൻ്റെയും കഥകൾ പറഞ്ഞ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്ന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നിലിരിക്കുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ അമ്മ എന്ന് പറയുന്ന താരസംഘടന 101% പരാജയമാണ് എന്ന് കേരളത്തിന് മുന്നിൽ വ്യക്തമായി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു സംഘടനയാണ് ആവശ്യം. ആ സംഘടനയ്ക്ക് ആ നീക്കങ്ങൾക്ക് ആലോചനയ്ക്ക് പൂർണ്ണ പിന്തുണ.